സോ ഇന്നത്തെ വീഡിയോ ഒരു ടെമ്പിൾ ലുക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്കിൻ കെയർ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തു. നമ്മൾ അടുത്തതായിട്ട് പ്രൈമറാണ് ഇട്ടത്. ഞാൻ ബ്ലൂ ഹെവൻ്റെ ഒരു മേക്കപ്പ് കിറ്റ് മേടിച്ചിരുന്നു. അതിൽ മേടിച്ചൊരു പ്രൈമറാണ് ഇട്ടത്. പ്രൈമർ വളരെയധികം നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിന്ന് ഓയിൽ കൺട്രോൾ ചെയ്യാനൊക്കെ നല്ലതാണ്. പിന്നെ മേക്കപ്പ് നല്ല രീതിയിൽ നിൽക്കാനും വളരെ ഫലപ്രദമായിട്ടുള്ളതാണ് പ്രൈമർ. ഞാൻ അടുത്ത് നമ്മൾ ഫൗണ്ടേഷനാണ് ഇട്ടത്. ഫേസസ് കാനഡേൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ. അത് ഓൾ ഓവർ ഫേസ് ആൻഡ് നെക്ക് നമ്മൾ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അത് ഒരു സ്പഞ്ച് എടുത്ത് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അല്ലാതെ അടിച്ചിട്ട പോലെ തോന്നാതിരിക്കാനാണ് ഈ സ്പഞ്ച് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ കുറേ ഇട്ട പോലെ ഫീൽ ചെയ്യും. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്പഞ്ച് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഫേസിൽ നല്ല കവറേജ് കിട്ടും. ഫൗണ്ടേഷൻ നല്ലൊരു ഫൗണ്ടേഷനാണ് കേട്ടോ, ഫേസസ് കാനഡേൻ്റെ ഫൗണ്ടേഷൻ. അടുത്ത നമ്മൾ സ്ട്രോപ്പ് ക്രീമാണ് ഇട്ടത്. ഫേസസ് കാനഡേൻ്റെ സ്ട്രോപ്പ് ക്രീമാണ്. മുഖത്തിന് നല്ല ഗ്ലോ തരാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ സ്ട്രോപ്പ് ക്രീം. രാവിലെ അമ്പലത്തിൽ പോകാനാണ് റെഡി ആവുന്നത് കേട്ടോ. അതെല്ലാ സ്ഥലത്തും ഇടുക. മുഖത്തും പ്രത്യേകിച്ച് ചീക്സിൽ, മൂക്കിൽ ഒക്കെ ഇടുക. അടുത്ത് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പോവാണ്. ഐബ്രോസ് ഫില്ല് ചെയ്യാൻ ഐബ്രോ ഡിഫൈനറാണ് എടുക്കുന്നത്. ബ്ലൂ ഹെവൻ്റെ മേക്കപ്പ് കിറ്റ് എന്നാണ് എടുക്കുന്നത്. എനിക്ക് ഐബ്രോസ് പറ്റ കുറവാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഐബ്രോ ഫില്ല് ചെയ്തിട്ടേ പോകാറുള്ളൂ കേട്ടോ. ഫില്ല് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും സെൻറ്ററിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഒരിക്കലും ഫസ്റ്റിൽ നിന്ന് തുടങ്ങാൻ പാടില്ല. അപ്പോൾ വല്ലാതെ എടുത്തറിയും, വരച്ചതാണെന്ന് എടുത്തറിയും. അപ്പോൾ എപ്പോഴും ഒരു സെൻറ്ററിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത്. കുറച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വരയ്ക്കാൻ കഴിയും കേട്ടോ. ഐബ്രോസ് കുറച്ച് ഷേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വരയ്ക്കാൻ നല്ല സുഖമായിരിക്കും. എൻ്റെ സാരിയിലാണ് കേട്ടോ മേക്കപ്പ് ചെയ്യുന്നത്. സാരി ഉടുക്കാൻ എനിക്കിഷ്ടം. പിന്നെ എനിക്ക് തടി തോന്നിപ്പിക്കുക സാരി ഉടുത്തിട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറൊരു സാരിയാണ്. ഇത് മീഷോന്ന് മേടിച്ചൊരു സാരിയാണ്. നല്ലൊരു സാരി കേട്ടോ. നല്ല കസവൊക്കെ ഉള്ള ബനാറസി സിൽക്ക് സാരിയാണ് മേടിച്ചത്. ഞാൻ അടുത്തിട്ട് നമ്മൾ ഐ ഷാഡോ ഇടാൻ പോവാണ് കേട്ടോ. അതും ഒരു മേക്കപ്പ് കിറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. നല്ല ഐ ഷാഡോ ആണ് കേട്ടോ. ബ്ലൂ ഐ ഷാഡോ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു ബ്രഷാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഐ ഷാഡോ ബ്രഷാണ്. ഞാൻ കുറച്ച് മുന്നേ മേടിച്ചതാണ്. അത് ഈ ഓൺലൈനിൽ നിന്നൊക്കെ തന്നെയാണ് മേടിക്കുന്നത് കേട്ടോ. എല്ലാം ഓൺലൈനിൽ നിന്നാണ് മേടിക്കുന്നത്. ഞാൻ ഒന്നും പോയിട്ട് എടുക്കാറില്ല, എല്ലാം ഓൺലൈനിൽ തന്നെയാണ് മേടിക്കാറുള്ളത്. അത് കുറച്ച് താഴെയും കണ്ണിൻ്റെ താഴെയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ മസ്കാര അധികം ഇടാറില്ല, കാരണം മസ്കാര എനിക്ക് അധികം ലാഷസ് ഇല്ല, കുറവാണ്. ഞാൻ ഒന്നുമില്ലെങ്കിൽ കൺപീലി വെക്കാറാണ് പതിവ്. പക്ഷെ ഇപ്പോൾ കൺപീലി പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭാരമുള്ളതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇടാറുള്ളൂ. പിന്നെ ഞാൻ ലിപ്പ് ലൈനറാണ് ഉപയോഗിക്കുന്നത്. ഇതെനിക്കൊരു മേക്കപ്പ് കിറ്റിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഒരു ബ്രൈഡൽ മേക്കപ്പ് കിറ്റ് മേടിച്ചപ്പോൾ അതിൽ ഉള്ള ഒരു ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് ലൈറ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. അടുത്ത് നമ്മളൊരു നല്ലൊരു ലിപ്സ്റ്റിക്ക് ഷെയ്ഡാണ് കേട്ടോ. റെഡ് ലിപ്സ്റ്റിക്കാണ്. തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്രൈറ്റായിട്ട് തോന്നും കേട്ടോ. ഫേസ് നല്ല കുറച്ച് ബ്രൈറ്റായ മാതിരി തോന്നാനാണ് ഈ റെഡ് ലിപ്സ്റ്റിക്ക് ഇടുന്നത്. നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ലിപ്സ്റ്റിക്ക്.
ലിപ് ലൈനർ കൊണ്ട് വരച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബേസ് കിട്ടും. എന്നിട്ട് അതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാട്ടോ. അടുത്ത് നമ്മൾ ബ്ലൂ ഹെവൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടൊരു സിമ്പിളായിട്ടൊരു വര വരച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ കണ്ണാടി നോക്കി ഇങ്ങനെ വരയ്ക്കാൻ അറിയത്തില്ല. എനിക്കറിയുന്ന പോലെ വരച്ചതാണ് കേട്ടോ. ശരിയായോന്നൊന്നും അറിയത്തില്ല. ഇത് വെച്ച് വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ബ്ലൂ ഹെവൻ്റെ ഈ ഐലൈനർ വെച്ചിട്ട് ഭയങ്കര സ്മൂത്താണ്, നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതിലുള്ള എല്ലാ പ്രൊഡക്ട്സും നല്ലതാണ് കേട്ടോ. മസ്കാര ആയിക്കോട്ടെ, ഐലൈനർ ആയിക്കോട്ടെ, കാജൽ ആയിക്കോട്ടെ, എല്ലാം നല്ലതാണ്. കുറേശ്ശെ ഒന്ന് വരച്ചു കൊടുക്കുക. ആ കണ്ണൊന്ന് നല്ല രീതിയിൽ വരച്ച പോലെ ഫീൽ ചെയ്യിപ്പിക്കും. ഇനി അടുത്ത് നമ്മൾ കാജലാണ് എടുക്കുന്നത്. സാധാ ഒരു കാജലാട്ടോ എടുത്തത്. കാജൽ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. കാജൽ താഴെ നന്നായിട്ട് എഴുതി കൊടുക്കുക കേട്ടോ. നല്ല ഡാർക്കായിട്ട് എഴുതി കൊടുക്കുകയാണ്. എനിക്ക് ഐ മേക്കപ്പ് വലുതായിട്ട് അറിയത്തില്ല. ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ ഐ മേക്കപ്പ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. അതുകൊണ്ടായിരിക്കും. എനിക്കറിയുന്ന പോലെയൊക്കെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇച്ചിരി പരന്നു അവിടെ, എന്നാലും നല്ലൊരു സ്ട്രോക്ക് വരച്ചു കൊടുക്കുക, നല്ലൊരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. അടുത്തായിട്ട് കുറച്ച് കോണ്ടോർ ചെയ്ത് കൊടുക്കണം. നോസൊന്ന് നീളമുള്ള പോലെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോണ്ടോർ സ്റ്റിക്ക് എടുത്ത് ആദ്യം ബ്രൗൺ പാർട്ട് എടുത്ത് അത് മൂക്കിൻ്റെ 2 വശവും വരച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ വെള്ള ഭാഗം എടുത്ത് അതിൻ്റെ ഉള്ളിലും വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് അത് റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ മൂക്ക് കുറച്ച് നീണ്ട പോലെ തോന്നിക്കും. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. കോണ്ടോർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മുഖത്തിൻ്റെ ഷേപ്പ് കുറച്ച് മാറിയൊക്കെ ഫീൽ ചെയ്യും. അതിനാണ് ചെയ്യുന്നത്. നെറ്റി കുറയാനൊക്കെയാണ് നെറ്റീൻ്റെ മുകളിൽ തേച്ചത്. കുറച്ച് നെറ്റി ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി അടുത്തതായിട്ട് കുറച്ച് എന്താ പറയുക ബ്ലഷാണ് ഇട്ട് കൊടുക്കുന്നത്. അത് പിക്സീൻ്റെ ഒരു ബ്ലഷാണ്. നല്ല ബ്ലഷാണ് കേട്ടോ. അത് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും. അത് 2 ചിക്സിലും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത് നമ്മൾ ലൂസ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ലൂസ് പൗഡർ ചെറുതായിട്ടൊന്ന് കണ്ണിൻ്റെ താഴെയും ചീക്സിലും ഒക്കെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ലൂസ് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മുടെ മേക്കപ്പ് നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിനാണ് അത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടത് ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ തട്ടിക്കളയാണ് കേട്ടോ.
ഇതൊരു സിമ്പിൾ മേക്കപ്പാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അടുത്തത് നമ്മളൊരു മേക്കപ്പ് ഫിക്സർ എടുക്കുകയാണ്. മേക്കപ്പ് ഫിക്സർ കൊണ്ട് സ്പ്രേ ആണ്, മേക്കപ്പ് സ്പ്രേ, എന്താ പറയുക, ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സ്പ്രേ ആണ്. അതുകൊണ്ട് ഓൾ ഓവർ ഫേസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്, മേക്കപ്പ് ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തിട്ട് നമ്മൾ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ പോകും കേട്ടോ. ഹെയർ കുളിച്ച് വന്നപാടെയാണ് കേട്ടോ മേക്കപ്പ് ചെയ്യുന്നത്. നമ്മൾ ആക്സസറീസ് എടുത്തിടാൻ പോകും കേട്ടോ, മാലയും കമ്മലും ഒക്കെ. ഞാൻ മീഷോന്ന് മേടിച്ച മാല തന്നെയാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ കമ്മലിടുകയാണ്, അതിൻ്റെ തന്നെ കമ്മലാണ് കേട്ടോ. ആ ഒരു ജ്വല്ലറി സെറ്റാണ് മേടിച്ചിരുന്നത്, അതിൻ്റെ തന്നെ കമ്മലിട്ട് കൊടുക്കുകയാണ്. ഞാൻ സാരീൻ്റെ പ്ലീറ്റൊക്കെ ഒന്ന് ശരിയാക്കിയതാണ് കേട്ടോ. രാവിലെ എടുത്ത പ്ലീറ്റ്സാണ്, അതുകൊണ്ട് അത് ശരിയാക്കുന്നത്. നമ്മൾ മുടി കെട്ടാൻ പോവുക കേട്ടോ. കെട്ടാറൊന്നുമില്ല, ജസ്റ്റ് ഒരു സ്ലൈഡ് കുത്താറേ ഉള്ളൂ. മിഡിൽ പാർട്ടീഷൻ എടുത്ത് മിഡിൽ പാർട്ടീഷൻ ചെയ്ത് മുടി ചീകാറാണ് പതിവ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.